ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്വാളിറ്റി കൺട്രോളിൽ തന്നെയുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് ഇന്നലെ പറഞ്ഞത് റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൺട്രോളായിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഇൻലൈൻ ഇൻസ്പെക്ഷൻ്റെത്, അതായത് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ. ഇൻലൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഫസ്റ്റ് റോ മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞ മുതൽ ഫിനിഷിങ് കഴിയുന്ന വരെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വരുന്ന ഒക്കെ നമ്മൾ ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും വരുന്ന ക്വാളിറ്റി കൺട്രോളാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇൻസ്പെക്ഷൻ. എല്ലാ സ്റ്റേജിലും നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്റ്റേജസിലും ചെക്ക് ചെയ്യണം കറക്റ്റ് എല്ലാം പ്രോപ്പറായിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇൻലൈൻ നോക്കാം. ഇൻലൈൻ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻ പ്രോസസ് ഇൻസ്പെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യുക? നമ്മൾ ഫാബ്രിക് എത്തിക്കഴിഞ്ഞാൽ ഫാബ്രിക് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ചെക്ക് ചെയ്തു അല്ലേ? ഫാബ്രിക്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്യൂയിങ് പ്രോസസ്സിൻ്റെ മുന്നേ ചെയ്യുന്നതാണ് കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ സ്പ്രെഡിങ് ചെയ്യും. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ലെയറായിട്ട് നമ്മൾ ഇടും. അവരുടെ സ്പ്രെഡിങ് ടേബിൾ ഉണ്ടാവും. അവിടെ ആ മെഷീൻ തന്നെയാണ് നമ്മൾ സ്പ്രെഡിങ് ചെയ്യുക. എല്ലാ വലിയ വലിയ ഇൻഡസ്ട്രികളിലും സ്പ്രെഡിങ് മെഷീൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് എത്രയാണോ മെറ്റീരിയൽ വേണ്ടത്, ഒരു ലെയറിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ലേഔട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ നമുക്കൊരു ഗാർമെൻറ്റ് ഉണ്ടാക്കാൻ വേണമെന്നുള്ളതിനനുസരിച്ച് കറക്റ്റായിട്ട് ലേ ചെയ്തിടും. അങ്ങനെ ലേ ചെയ്ത് ഓരോ ലെയറും ഇടും. അപ്പം നമ്മളവിടെ റിങ്കിൾസ്, ചുളിവുകൾ, ഓരോ ലെയർ ഇടുമ്പം ചുളിവുകൾ വരാൻ പാടില്ല. നമ്മളിതിപ്പം ഒരു വലിയ ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു ഗാർമെൻറ്റിൻ്റെ പാർട്ട് മാത്രമല്ല ഒരു പ്രാവശ്യം കട്ട് ചെയ്യാം. ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ് ഗാർമെൻറ്റിൻ്റെ പാർട്സുകൾ നമ്മൾ അറ്റ് എ ടൈം കട്ട് ചെയ്യും. കട്ടിങ് നൈഫ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് നൈഫൊക്കെ ഉണ്ടല്ലോ. അപ്പം വലിയ വലിയ കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് അറ്റ് എ ടൈം നമ്മൾ ഒരുപാട് ലെയേഴ്സ് കട്ട് ചെയ്യും. അപ്പം നമ്മൾ ഉള്ളിലുള്ള ലെയറിൽ ഓരോ ലെയർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, റിങ്കിൾസ്, ചുളിവുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ഫോൾഡിങ് കറക്റ്റായിട്ട് വന്നിട്ട് അടുത്ത ലെയർ വരുന്നത് കറക്റ്റാണോ, ലൈൻ മാച്ച് ചെയ്തിട്ട് വരുന്നുണ്ടോ, പിന്നെ ഫാബ്രിക്കിൻ്റെ ഗ്രെയിന് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ മാർക്കിംഗ് ക്വാളിറ്റി ഒക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് പോയിൻ്റാണിത് സ്പ്രെഡിങ്. നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യുക? നമ്മളതിൽ പാറ്റേൺസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലടുത്ത സ്റ്റേജിൽ പറയുന്നത് കട്ടിംഗ് ആണ്. അപ്പോൾ കട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അതായത് ഷർട്ട് ചെയ്യുവാണെങ്കിൽ ഷർട്ടിന് ഒരുപാട് പാർട്ടുകൾ ഉണ്ടാവും. സ്ലീവ് ഉണ്ടാവും, കഫ് ഉണ്ടാവും, ഫ്രണ്ട് ഉണ്ടാവും, ബാക്ക് ഉണ്ടാവും, യോക്ക് ഉണ്ടാവും, കോളേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാച്ച് ചെയ്ത് നിൽക്കണം. നമ്മുടെ ആം ഹോളിന് കറക്റ്റായിട്ട് ആം കട്ട് ചെയ്തത്, സ്ലീവ് കട്ട് ചെയ്തത് കറക്റ്റ് വരണം. എന്നാലേ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം കോമ്പോണൻസ്, കട്ട് ചെയ്തിരിക്കുന്ന കോമ്പോണൻസ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റ്സിലാണോ, കറക്റ്റ് പാറ്റേണിനനുസരിച്ച് കിട്ടിയിട്ടുണ്ടോ നോക്കണം. പിന്നെ കട്ട് ചെയ്ത എഡ്ജസ് നമ്മൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ കട്ടിങ് മെഷീൻ അത്രയും നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ എഡ്ജസൊക്കെ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ സിസേഴ്സ് തന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മുറിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? അതാകെ വൃത്തികേടായി നൂലൊക്കെ ഇങ്ങനെ ആയിട്ട് സെറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കും അല്ലേ, വലിഞ്ഞ് വരുന്ന പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയാണ്? നോച്ചസ് എന്തെങ്കിലും ഇടുന്നുണ്ട്. നമ്മൾ രണ്ട് പീസസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലത് നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പാറ്റേൺ നോച്ചസ് ഇടും. അത് കറക്റ്റാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഫാബ്രിക്കിൻ്റെ ഗ്രെയിന്, അതായത് പാറ്റേണിൽ വരച്ചിട്ടുണ്ടാവും ഒരു ഗ്രെയിന്, അത് തന്നെയാണോ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഗ്രെയിന്, അത് നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സ്യൂയിങ്. നമ്മൾ അടുത്തത് ഏതായിരുന്നു? സ്പ്രെഡിങ് കഴിഞ്ഞു, കട്ടിങ് കഴിഞ്ഞു, എന്നിട്ട് കോമ്പണൻസ് ആയിട്ട് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ സ്യൂയിങ് ആണ് ചെയ്യുക. അപ്പോൾ സ്യൂയിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ്? മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റ്സിലാണ്, അതൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ അല്ലേ? ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ തയ്ക്കുമ്പം തന്നെ നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സ്റ്റിച്ച് കറക്റ്റ് വരില്ല, മിസ്ഡ് സ്റ്റിച്ച് വരും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിൻ്റെ അവിടെ നമ്മൾ പഠിച്ചിരുന്നു ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതിലുള്ള എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇതുണ്ടാവുമല്ലോ,
ട്രിമ്മിങ്സ് പോലത്തെ ഒക്കെ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഫാസ്റ്റനേഴ്സ്, ലേബിൾസ് അതൊക്കെ കറക്റ്റ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ സ്ലീവ് എല്ലാ പാർട്ടും കോളറിൻ്റെ അതൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ്, നമ്മളതിൻ്റെ സ്റ്റിച്ച് പെർ ഇഞ്ച്, SPI എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് പെർ ഇഞ്ച്, അതായത് ഒരു ഇഞ്ചിൽ എത്ര സ്റ്റിച്ചസ് വരണം, ഞാനൊരു ഇത് ഉണ്ടാവുമല്ലോ, കറക്റ്റ് ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ചസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടിയത് കൊണ്ടാവും നമുക്ക് അത്രയും സ്റ്റിച്ചസ് അവിടെ വരാത്തത്. അപ്പോൾ കറക്റ്റ് സ്റ്റിച്ചുകൾ സ്റ്റിച്ച് പെർ ഇഞ്ച് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്യൂയിങ്ങിൽ വരുന്ന ക്വാളിറ്റി കൺട്രോൾ. പിന്നെ നമ്മൾ അവസാനം ഫിനിഷിംഗ് ഉണ്ട് അല്ലേ. ഫിനിഷിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെ നോക്കണം? ഗാർമെൻറ്റ് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യണം അല്ലേ. ഫിനിഷ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്യണം. റിങ്കിൾസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. പിന്നെ ത്രെഡുകളൊന്നും പൊങ്ങി ഇരിക്കാൻ പാടില്ല. പ്രൊട്രൂഡിങ് ത്രെഡ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ കട്ട് ചെയ്ത എല്ലാ ഇതും നമ്മൾ ട്രിമ്മിങ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം. സ്റ്റെയിൻസ് ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗാർമെൻറ്റ്സിൽ എപ്പോഴും സ്റ്റെയിൻ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ പാക്കിങ് ചെയ്യണം. അപ്പം ഓരോന്ന് പാക്കിങ് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഫോൾഡിങ് ഉണ്ട്. ഷർട്ടിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഫോൾഡിലായിരിക്കും നമുക്ക് വാങ്ങിക്കാനും കിട്ടുക. അപ്പം കറക്റ്റ് ഫോൾഡിങ് ഒക്കെ ചെയ്തിട്ട് വേണം അത് പാക്കിങ് ചെയ്യാൻ. അതാണ് നമ്മുടെ ഫിനിഷിങ്ങിൽ വരുന്ന ക്വാളിറ്റി കൺട്രോൾ. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ഇൻ പ്രോസസ് ആയിരുന്നു. അതായത് ഫിനിഷിങ് വരെ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് അതുവരെയുള്ള പ്രോസസ്സിന് നമ്മൾ ഇൻ പ്രോസസ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി. നമ്മൾ എന്താണോ ഗാർമെൻറ്റ്, ഷർട്ടാണെങ്കിൽ അത്, ട്രൗസേഴ്സ്, ഫ്രോക്ക്, നമ്മുടെ ഗാർമെൻറ്റ് എന്താണോ ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ഒരു ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഫൈനൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഫൈനൽ ഇൻസ്പെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? കാർട്ടൺ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബോക്സുകളിലാണല്ലോ നമ്മൾ ഈ പ്രസൻറ്റേഷനിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വിൽക്കുന്നത്. വലിയ ബോക്സുകളിലായിരിക്കും നമ്മൾ ഒരുപാട് ഇതുണ്ടാവും അല്ലേ. ഷർട്ടാണെങ്കിൽ ഒരുപാട് ബണ്ടിൽസ് ഓഫ് ഷർട്ട്സ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ വലിയ വലിയ കാർട്ടണിലായിരിക്കും വിൽക്കുക. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് പാക്കിംഗ് ചെയ്യണം. പിന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് പ്രസൻറ്റേഷൻ, നമ്മൾ എപ്പോഴും പ്രസൻറ്റേഷൻ നന്നായിട്ട് ചെയ്യണം. എന്ത് ഗാർമെൻ്റ് ആണോ ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന അതിൻ്റെ പ്രസൻറ്റേഷൻ. കാരണം നമ്മളത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടെ നോക്കും ഇല്ലേ, പ്രസൻറ്റേഷൻ്റെ ഒരു ഇത് നോക്കും. പിന്നെ ട്രിമ്മിങ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ട്രിമ്മിങ്സുകൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ മെഷർമെൻറ്റ് എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ 40 സൈസിലുള്ളൊരു ഷർട്ടാണെങ്കിൽ 40 സൈസ് തന്നെ ആവണം. അത് 38 ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പം അതായത് സെയിൽ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പിന്നെ റോ മെറ്റീരിയലിൻ്റെ ഡിഫക്ട്സ് ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്യൂയിങ് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പിയറൻസ്, ഗാർമെൻറ്റിൻ്റെ ഡ്രേപ്പും ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷനിൽ കുറേ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഫൈനൽ ഇൻസ്പെക്ഷൻ ഒരു സമയത്ത് നമുക്ക് തൗസൻഡ്സ് അല്ലെങ്കിൽ 10,000s ഷർട്ടാണെങ്കിൽ ഷർട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മളതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിലാണ് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഫൈനൽ ഇൻസ്പെക്ഷനിലാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത് പാസ് ചെയ്യണോ അല്ലെങ്കിൽ അത് അവിടെ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എത്ര എണ്ണം നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാം, എത്ര എണ്ണം കൊടുക്കണ്ട, അതൊക്കെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇൻസ്പെക്ഷനിൽ ഫസ്റ്റ് പറഞ്ഞത് നോ ഇൻസ്പെക്ഷൻ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഈ ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അതിലൊരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോ ഇൻസ്പെക്ഷൻ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 10,000 ഷർട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നോ ഇൻസ്പെക്ഷൻ ആണെങ്കിൽ എന്താ, ആ ഒരു ഇപ്പോൾ ചിലപ്പം 1000ൻ്റെ ലോട്ടുകളായിരിക്കാം, അത്രയും ക്വാണ്ടിറ്റിയുള്ള ലോട്ടുകളായിരിക്കാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫൈനൽ ഇൻസ്പെക്ഷനിൽ. അപ്പം നോ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഒറ്റ ലോട്ടും ചെക്ക് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ അതിന് മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഫൈനൽ ഇൻസ്പെക്ഷൻ എല്ലാവരും വലിയ വലിയ ഇൻഡസ്ട്രികളിൽ ചെയ്യും, എന്തായാലും അവർ ചെയ്യും. ബ്രാൻഡഡ് നല്ല പോപ്പുലറായിട്ടുള്ള ബ്രാൻഡുകൾ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചിലതിലെങ്ങനെയാണ് ഇൻസ്പെക്ഷൻ ഇല്ലാണ്ട് അവരെന്ത് ചെയ്യും, പിന്നെ ഒരു സിംഗിൾ പീസ് ഇൻസ്പെക്റ്റ് ചെയ്യാണ്ട് അത് പാസ് ചെയ്യും.
അപ്പം ഡിഫക്റ്റീവ് ലോട്ടാന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതാണെങ്കിലും എന്ത് ചെയ്യും, അത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് വാങ്ങുന്ന ആളുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ റീറ്റെയിലറോ എങ്ങാനായിരിക്കും, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഇത് നമ്മൾ കസ്റ്റമേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, അറിയാലോ ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മൾ ഒന്നും ചെക്ക് ചെയ്യാത്ത കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഉള്ളത് 100% ഇൻസ്പെക്ഷൻ, അതായത് ഈച്ച് ആൻഡ് എവറി ഗാർമെൻറ്റ്, നമ്മളിപ്പോൾ 1000 ഒരു ലോട്ടിലുണ്ട്, 1000 ഗാർമെൻറ്റും ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഫേമസ് ബ്രാൻഡുകളൊക്കെ ചെയ്യുക. എല്ലാ ഗാർമെൻറ്റും പിന്നെ അവർ ചെക്ക് ചെയ്യും, കാരണം ഒരു ചെറിയൊരു ഡിഫക്റ്റ് പോലും അവരുടെ ബ്രാൻഡ് നെയിമിനെ ബാധിക്കും. അപ്പോൾ ഇതാകുമ്പോൾ എന്താണ്, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കുറേ ടൈം എടുക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിന്, കാരണം എല്ലാ ഗാർമെൻറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. ക്വാളിറ്റി ചെക്കേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവർ തന്നെ അതൊക്കെ ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്തോളും ഫൈനൽ ഇൻസ്പെക്ഷൻ്റെ സമയത്ത്. പിന്നെ ഉള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ചെക്കിങ്. സ്പോട്ട് ചെക്കിങ്ങിൽ എങ്ങനെയാണ്, നമ്മളിപ്പം ഒരു 1000 ബണ്ടിൽ നിന്ന് നമ്മൾ ഏകദേശം റാൻഡമായിട്ട് ചെക്ക് ചെയ്യുക. ഒരു 10 എടുത്തു, അല്ലെങ്കിൽ ഒരു 10% എടുത്തിട്ടോ, അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ എണ്ണം എടുത്തിട്ട് നമ്മളതിൽ ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പം പാർഷ്യലി ഇതാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതപ്പം മാറ്റി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക സ്പോട്ട് ചെക്കിങ്ങിൽ. റാൻഡമായിട്ടാണ് ചെക്ക് ചെയ്യുള്ളൂ, എല്ലാം ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ആർബിട്രറി സാമ്പിളിങ്. അതിലാണ് നമ്മൾ ഇപ്പോൾ ഒരു മെറ്റീരിയൽ എത്രയോ ബണ്ടിലുള്ളതെന്ന് വെച്ചാൽ 10,000 ആണെങ്കിൽ അതിൽ നമ്മളൊരു 10% ചെക്ക് ചെയ്യുക. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10,000 നമ്മളിപ്പോൾ ഒരു 1000 ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും റിജക്ഷൻസ് വരുന്നുണ്ടോയെന്ന്, അല്ലെങ്കിൽ അത് അടുത്തതിലേക്ക് പാസ് ചെയ്യും. പിന്നെ ഉള്ളത് ആക്സെപ്റ്റൻസ് സാമ്പിളിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്. അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പം ബയേഴ്സ് ഉണ്ടാവുമല്ലോ, കസ്റ്റമേഴ്സും അല്ല ബയേഴ്സ് ആയിരിക്കും ഇത് വാങ്ങുന്നത്, അവർക്കൊരു ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, AQL എന്ന് പറയുന്നത്. അവർക്ക് ഇത്രയും % വരെയുള്ള ഡിഫക്റ്റീവ് ആയാലും അവർക്ക് പ്രോബ്ലം ഇല്ല, അങ്ങനെയൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യും, അവർ അത്രയും വരെയുള്ള ഡിഫക്റ്റീവ് അവർ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അക്സെപ്റ്റൻസ് സാമ്പിളിങ്ങും ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണിത്. അപ്പോൾ 50 നമ്പേഴ്സിൽ ഏകദേശം 10 എണ്ണം ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ആ 100 എണ്ണം ചെക്ക് ചെയ്തിട്ട് അതിലൊരു 15 എണ്ണമാണ് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത്. അതിലൊരു മൈനർ ഡിഫക്റ്റ് ആണെങ്കിലൊന്നും അവർക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ 500 എണ്ണത്തിൽ ഒരു 35 എണ്ണം ചെക്ക് ചെയ്തു, ഒരു മേജർ ഡിഫക്റ്റും 2 മൈനർ ഡിഫക്റ്റും ആണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ മെത്തേഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോളിലുള്ള കുറേ കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഓൾമോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇനി ഗാർമെൻറ്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റേജസൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.